കേരളത്തിലെ പോലീസുകാരെ മുഴുവൻ എടുത്തിട്ട് അലക്കുകയും പഞ്ഞിക്കിടുകയും ചെയ്യുകയാണ് CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും. ഒരു സാധാരണക്കാരനാണ് കേരള പോലീസിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് നേരെ വിരൽ ചൂണ്ടിയതെങ്കിൽ പോലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേനെ. അവനെ FIR ഇട്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അവനെ ഇടിച്ച് പിഴിഞ്ഞ് പോലീസുകാർ ഉരുട്ടിയെടുത്തേനെ. പക്ഷേ ഇവിടെ CPM-ഉം DYFI-യുമാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു വിരൽ പോലീസുകാർ തിരിച്ചനക്കിയാൽ ആ വിരൽ ഒടിച്ചു മടക്കി ജോലിയുമില്ലാതെ തൊപ്പിയും തെറിച്ച വീട്ടിലിരിക്കേണ്ട അവസ്ഥയുണ്ടാകും. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ വൈകിട്ട് 3:30 നടന്ന സംഭവത്തെക്കുറിച്ചാണ്. അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ പ്രേക്ഷകർ കണ്ടു കാണും. എങ്കിലും ഒന്നുകൂടി അത് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. വീഡിയോ കണ്ടല്ലോ. കേരളത്തിലെ പോലീസിനെ വെല്ലുവിളിക്കുകയാണ് CPM-ഉം DYFI. അതായത് ഭരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ഭരിക്കുമ്പോൾ കേരളത്തിലെ പോലീസ് ഏമാന്മാരൊക്കെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി കൊട്ടിയാൽ മതി. ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വന്നാൽ നിന്റെയൊക്കെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമുണ്ടാക്കും. ഇനി ഞങ്ങൾ തീരുമാനമുണ്ടാക്കിയില്ല എങ്കിൽ ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്. ആഭ്യന്തരം ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. നീയൊക്കെ ആജീവനാന്തകാലം ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കും. ഇനി അതല്ല എങ്കിൽ ഞങ്ങൾക്ക് കൊട്ടേഷൻ ടീമുകളുണ്ട്. അവർ നീയൊക്കെ പോകുന്ന വഴി പിന്തുടർന്ന് വന്ന് 51 61 വെട്ടുകൾ വെട്ടി നിന്റെയൊക്കെ ഭാര്യയ്ക്കും മക്കൾക്കും നിന്നെയൊക്കെ ഇല്ലാതാക്കി തീർക്കും. ചുമരിൽ ഒരു ഫോട്ടോയായി നീയൊക്കെ തൂങ്ങും. കേരള പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഒരു കൂട്ടം DYFI CPM പ്രവർത്തകർ. സംഭവം കിളിമാനൂരിലെ വെള്ളല്ലൂർ ജവാഹർ നഗർ ജംഗ്ഷനിലാണ്. കഴിഞ്ഞ ദിവസം 3:30 സംഭവത്തിൽ പ്രകോപിതരാകാനുള്ള കാരണം CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും പ്രകോപിതരാകാനുള്ള കാരണം വീണ ജോർജിന്റെ കഴുത്തുളുക്ക് നാടകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഫ്ലക്സുകൾ മുഴുവൻ നശിപ്പിച്ച CPM പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് നോട്ടീസ് നൽകാൻ വീട്ടിലെത്തി. ഇതാണ് അവരെ പ്രകോപിപ്പിച്ചത്. എന്തിനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് വന്നത്? കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് കേരള പോലീസിനെ വിളിച്ചത്. ഇപ്പോൾ അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു, ഫൈസൽ, രതീഷ് ഇവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VR അനന്തകൃഷ്ണനെ കയ്യേറ്റം ചെയ്തു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സുകൾ നശിപ്പിക്കുന്നു. ഈ വീണ ജോർജിന്റെ നാടകവുമായി ബന്ധപ്പെട്ട കഴുത്തുളുക്ക് നാടകവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കേരളം കത്തിക്കുകയാണ് CPM-ഉം DYFI പ്രവർത്തകരും ചേർന്ന്. കേരളത്തിൽ നടത്തുന്ന ഇത്തരം തോന്നിവാസങ്ങൾ കണ്ടു നിൽക്കാനേ സാധാരണക്കാർക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. കേരള പോലീസിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴിഞ്ഞ ദിവസം SHO N അൻസാറിന്റെ അച്ഛനെ വിളിക്കുകയാണ്. വളരെ മോശമായാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, ഇത്രയും മോശമായ രീതിയിൽ അയാളുടെ പിതാവിനെ വിളിക്കുന്നത്, അയാളുടെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാർ സാധാരണക്കാരോട് അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് പലപ്പോഴും ചർച്ചകളായിട്ടുള്ളതാണ്. സൈനികരെ, ഇന്ത്യ കാക്കുന്ന മഴയും വെയിലും ഒന്നും നോക്കാതെ ശരിയായ സമയത്ത് ആഹാരം പോലും കഴിക്കാതെ ഇന്ത്യ കാക്കുന്ന സൈനികരെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരാണ് കേരളത്തിലുള്ളത്. എത്രയെത്ര പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സൈനികരെ അടക്കം തല്ലിച്ചതയ്ക്കുന്ന, സാധാരണക്കാരനെ ഉരുട്ടിക്കൊല്ലുന്ന,
കള്ളക്കേസിൽ കുടുക്കുന്ന എത്രയെത്ര പോലീസ് ഏമാന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ ഈ 10 കൊല്ലം കൊണ്ട് എത്ര CPM-കാർക്കെതിരെയും എത്ര DYFI-കാർക്കെതിരെയും കേരള പോലീസ് കേസ് ചാർജ് ചെയ്തു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചിലപ്പോൾ കണ്ടാൽ അറിയാവുന്ന അല്ലെങ്കിൽ ഓടിത്തള്ളുന്ന അല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞോടുന്ന കുറച്ചു പേർക്കെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ, സിമ്പിൾ ആയിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കും. അതായത് കേരളത്തിലെ പോലീസുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറാൻ മാത്രമേ അവർക്ക് കഴിയൂ. അല്ലാതെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ കുട്ടി സഹാക്കൾക്കെതിരെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നടപടി ഉണ്ടായാൽ പോലീസുകാരുടെ കാര്യം ആഭ്യന്തര വകുപ്പ് നോക്കിക്കോളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മാത്രമല്ല, ഈ 2-3 സംഭവങ്ങൾ ഈ അടുത്ത സമയത്തുണ്ടായി. അതായത് ട്രാവൻകൂർ മാളിൽ ഒരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ AR ക്യാമ്പിലെ മിഥുൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപദ്രവിച്ചതും അടിച്ചതും ഒക്കെ കണ്ടതാണ് നമ്മള്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥനെ അടിച്ച് നിലംപരിശാക്കിയ പ്രതികൾക്കെതിരെ പിന്നെ പെട്ടെന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് പോലീസുകാരെ ഞങ്ങൾക്ക് ഒരു വിലയുമില്ല, പോലീസുകാർ ജാമ്യമില്ലാതെ അകത്ത് കിടന്നാലും അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, പക്ഷേ എന്റെ സഹാക്കന്മാരെ ആരെങ്കിലും തൊട്ടാൽ പിന്നെ തൊട്ടവൻ ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് മാത്രമല്ല, വെള്ളർഡയിലെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുണ്ടായ കയ്യാങ്കളിയിൽ അവിടത്തെ പിന്നെ എന്താ പറയുക, അവിടുത്തെ CPO ജസീറിനെ ഇതുപോലെ തന്നെയാണ് കയ്യേറ്റം ചെയ്തത്. ഇത്തരത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു. അതായത് CPM-ന്റെ ഗുണ്ടാരാജ് കാണിക്കുന്നത് പോലീസുകാരുടെ നെഞ്ചത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ പോലീസുകാരെ, നിങ്ങൾക്ക് ലേശമെങ്കിലും നാണവും ഉളുപ്പും ഇല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയല്ലേ ജോലി വാങ്ങിയത്? PSC പരീക്ഷ എഴുതി കായികക്ഷമതയിൽ വിജയിച്ച് അതിനുശേഷമല്ലേ നിങ്ങൾ പോലീസിന്റെ ജോലി വാങ്ങിയത്? വെറുതെ നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും ജോലി കൊണ്ട് തന്നതാണോ? അല്ല എങ്കിൽ നട്ടല് നിവർത്തി ജോലി പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നവന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ആ സമയത്ത് പോലീസ് ഏമാന്മാരുടെ നട്ടല് എവിടെയാണ് പോയത് എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഈ അവസരത്തിൽ എന്നുള്ളതാണ്. അതായത് CPM-കാർ ഒന്ന് അമർത്തി മൂളിയാൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിക്കറിൽ മുള്ളുന്നത്? അതാണ് ചോദ്യം. ഈ അടുത്ത സമയത്ത് കേരള പോലീസിലെ പല ഏമാന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടിലായ നിരവധി സാധാരണക്കാർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം. വെറുതെ പരാതിയുമായി പോയവന്റെ ചെപ്പാകുറ്റിക്ക് അടിക്കുന്ന, വാദിയെ പ്രതിയാക്കുന്ന എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ അടുത്ത ഒരു വർഷത്തിനകത്ത് പല വാർത്തകളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വീണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പോകാത്തത് കൊണ്ട് അതുകൂടി പറഞ്ഞ് വാർത്ത അവസാനിപ്പിക്കാം. ഈ അടുത്ത സമയത്ത് ഒരു വർഷത്തിന് അകത്ത് ഒരു ഗായികയ്ക്കെതിരെ ഒരു വാർത്ത ചെയ്തതിന്റെ പേരിൽ കൊച്ചി പോലീസ് കമ്മീഷണർ ജയകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ അടക്കം ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 3 മാധ്യമ പ്രവർത്തകരെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവിടെ ഈ ഗായികയുടെ അനിയത്തിയുമുണ്ട്. ഗായികയുടെ അനിയത്തിയുമായി പോലീസ് വളരെ സ്നേഹപൂർവ്വം സംസാരിക്കുന്നു. മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പോലീസിന് വല്ലാത്ത ഹാലിളകുന്നു. എന്റെ കൂടെ വന്നവർ അതുവരെ വലിയ ധൈര്യപൂർവ്വം ഇരുന്നവരാണ്. ഞാനാണ് കുറച്ചെങ്കിലും പേടിച്ചിരുന്നത്. അതിന്റെ അകത്ത് കയറിയപ്പോൾ എവിടെ നിന്നറിയില്ല എനിക്ക് കുറച്ച് ധൈര്യം വന്നു. ആ ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ കൈ കെട്ടി കസേരയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് ജയകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചത്, ഓ നീ കൈ കെട്ടി ഇരിക്കുകയാണോ? നിന്നെ പിടിച്ച് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താട്ടെ? ഞാൻ കൈ കെട്ടി ഇരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ DYFI പ്രവർത്തകരും CPM പ്രവർത്തകരും വന്ന് മുഖത്ത് നോക്കി പച്ച തെറി വിളിച്ചാലും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാലും ഇവർക്കൊന്നും തൊലി ഉരിയില്ല, ഉളുപ്പും ഉണ്ടാകില്ല. പക്ഷേ സാധാരണക്കാരായ ഒരാൾ, അതവിടെ വനിതാ ഉദ്യോഗസ്ഥരില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്.
കൈകെട്ടിയിരുന്നതിന് എന്നോട് ചോദിക്കുകയാണ്, നീ കൈകെട്ടിയിരിക്കാറായോ പോലീസ് സ്റ്റേഷനിൽ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ധ്വനി എന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തട്ടെ, നിന്റെ അഹങ്കാരം ഇതോടെ തീരുമോ നോക്കട്ടെ എന്നൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് അവിടെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെ പ്രകോപിതനാക്കുന്ന തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ വോയിസ് കിട്ടുമെങ്കിൽ നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പൊ എന്റെ തൊട്ടടുത്തിരുന്ന രണ്ടുപേർ എന്നോട് പറഞ്ഞു, ഒന്നും തിരിച്ചു പറയാൻ പോണ്ട, ആ കൈ അങ്ങ് താഴ്ത്തിട്ടേക്ക് എന്ന് പറഞ്ഞു. എന്നെ അത് മാനസികമായി ഇപ്പോഴും തളർത്തുന്ന ഒരു സംഭവമാണ്. കാരണം എന്തിനാണ് എന്നോട് അത്തരത്തിൽ പെരുമാറിയതെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി പച്ചത്തെറി വിളിച്ചിട്ട്, പച്ചത്തെറിയാണ് വിളിക്കുന്നത്, തെറി വിളിച്ചിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ തിരിച്ചെന്തൊക്കെയോ പറയുന്നതിനപ്പുറം അവന്റെ കോളറിൽ പോലും ഒന്ന് പിടിക്കാൻ ധൈര്യമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്. അതിലപ്പുറം ഒന്നും തോന്നാൻ ഈ സമയത്ത് നിവർത്തിയില്ല. സഹതാപം മാത്രമാണ്, വെറും പുച്ഛവും.